അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് കുറച്ച് കുട്ടികളെല്ലാവരും കൂടിയിട്ട് ടീച്ചേഴ്സിനൊക്കെ സ്വീറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സ്കൂൾ പൂട്ടിയതിന് ശേഷം അഡ്മിഷൻ എടുക്കാനും TC വാങ്ങാനും ഒക്കെ വേണ്ടിയിട്ട് പോയിട്ടുള്ളൂ. ടീച്ചേഴ്സിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്നാണ് പോകുന്നത്. നമ്മൾ ടീച്ചേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ലഡുവും കട്ട്ലേറ്റാണ് കൊണ്ടുപോയത്. കാരണം മധുരം എല്ലാവർക്കും സെറ്റ് ആവില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ കട്ട്ലേറ്റും ആക്കി. ഫസ്റ്റ് തന്നെ നമ്മൾ സെക്യൂരിറ്റി അങ്കിളിൻ്റെ നിന്നാണ് തുടങ്ങിയത്. പിന്നെ നമ്മൾ നേരെ നഴ്സറി സെക്ഷനിലേക്ക് പോയി. നമ്മൾ നഴ്സറിയിൽ നിന്നാണ് തുടങ്ങിയത്. നമുക്ക് എല്ലാ ടീച്ചേഴ്സിനൊന്നും കാണാൻ പറ്റിയില്ല, എന്നാലും സ്കൂളിലുള്ള എല്ലാവരും നമ്മൾ കണ്ടിരിക്കണ്. ടീച്ചേഴ്സിനൊക്കെ നമ്മൾ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ നമ്മളൊക്കെ ഇനി എവിടെ ചേരുന്നത്, അഡ്മിഷൻ എടുക്കണത് അതൊക്കെ ചോദിച്ച് നമ്മളങ്ങനെ 1 by 1 താഴെ നിന്നാണ് തുടങ്ങിയത്. നഴ്സറിയിലും ഓഫീസിലും കിച്ചണിലും ഒക്കെ കൊടുത്ത് പിന്നെയാണ് നമ്മൾ മേലെയുള്ള ക്ലാസ്സിലേക്ക് പോയി തുടങ്ങിയത്. നമ്മളെ LPയിലും UPയിലൊക്കെ പഠിപ്പിച്ച ടീച്ചേഴ്സിനൊക്കെ നമ്മൾ കണ്ട്. അവർക്ക് നമ്മളെല്ലാവരെയും ഒന്നും ഓർമ്മയില്ല, എന്നാലും കുറേ ആൾക്കാരൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ചില ടീച്ചേഴ്സൊന്നും ക്ലാസ്സിലല്ലേനു. അപ്പോൾ പിന്നെ നമ്മൾ സ്റ്റാഫ് റൂമിലേക്ക് പോയി. ടീച്ചേഴ്സിനൊക്കെ കൊടുക്കുന്ന കട്ട്ലേറ്റ് വെജും നോൺ വെജും രണ്ടും ഉണ്ടായിരുന്നു. കാരണം ചിലവർ വെജിറ്റേറിയൻസ് ആണ്, അപ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാവരുതല്ലോ. അങ്ങനെ കുറച്ച് ടീച്ചേഴ്സിന് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഹെഡ് മിസ്ട്രസിന് കൊടുക്കുന്നത്. കാരണം നമ്മൾ വന്നപാട് സിസ്റ്റർ അവിടെ ഇല്ലേനു. സിസ്റ്റർ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് എത്തിയത്. സിസ്റ്ററിന് നമ്മളെ കണ്ടപ്പോൾ നല്ല സന്തോഷമായി. ഇത് നമ്മളെ സ്കൂളത്തെ ഷീല ചേച്ചിയാണ്. ചേച്ചി ഫോട്ടോക്കൊക്കെ അടിപൊളി പോസിംഗ് ഒക്കെ ആണ്. നമ്മൾ പിന്നെ ഹൈസ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ കൊടുക്കാനാകുമ്പോഴത്തേക്കും ലഞ്ച് ബ്രേക്കായി. അപ്പോഴത്തേക്കും കുട്ടികൾ മൊത്തം ഇറങ്ങി. അങ്ങനെ പിന്നെ നമ്മൾ ഓരോ ഡേ കൂടെ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വലിയ സ്റ്റൈലിൽ പോവേനു. പിന്നെ നമ്മൾ കുറേ ജൂനിയേഴ്സ് ഫ്രണ്ട്സിനൊക്കെ കണ്ട്. കുറച്ച് കാലം മുമ്പ് വരെ നമ്മളൊക്കെ കളിച്ച ഗ്രൗണ്ടാണിത്. നമ്മളെ 10th ബാച്ചിൻ്റെ മൊത്തമുള്ള ഫോട്ടോ ഒരു നോട്ടീസ് ബോർഡിൽ വെച്ചിട്ട് എന്ത് ചെയ്യാനാ, വലിയ ആൾക്കാരായി പോയി. പിന്നെ നമ്മളെപ്പോലെ ടീച്ചേഴ്സിനൊക്കെ സ്വീറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ ഇന്ന് കുറേ കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ ഓരോ നമ്മൾ സ്കൂളിൽ നിന്ന് കണ്ട്. അങ്ങനെ സ്വീറ്റ്സ് കൊടുക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പം നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി. പിന്നെ വിശന്നപ്പം മേലെ ബാക്കി വന്ന കട്ട്ലേറ്റ് നമ്മളൊക്കെ തന്നെ കഴിച്ച് സ്കൂളിൽ നമ്മൾ ഇറങ്ങിയതിന് ശേഷം നമ്മൾ അടുത്തുള്ള കഫേയിലോ ഹോട്ടലിലോ അങ്ങനെ പോകാൻ വിചാരിച്ച് ഫസ്റ്റ് തന്നെ നമ്മൾ NFC-ലാണ് കയറിയത്. പക്ഷെ അവിടെ നമ്മൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു അവിടെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് ആൾക്കാർ വരുന്നത്. അപ്പോൾ നമ്മൾ വൈബ് അങ്ങോട്ട് സെറ്റ് ആവാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അടുത്തുള്ള ജസ്റ്റ് ലോഫിൽ പോയി. ഈ ഉച്ച ആയതുകൊണ്ടാണ് തോന്നുന്നത് കഫേയിലൊക്കെ ആൾക്കാർ കുറവാണ്. അങ്ങനെ ഓർഡർ ചെയ്ത് കുറച്ച് നേരം കാത്തുനിന്ന് നമ്മൾ 2 ലോഡഡ് ഫ്രൈസ് ആണ് വാങ്ങിയത്. ഇനി വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അപ്പോൾ വാങ്ങാമല്ലോ വിചാരിച്ച്. അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. കാരണം ചിലവർക്ക് നേരത്തെ വീട്ടിലെത്തണേനു. ഇവർ രണ്ടാളും പിന്നെ അവിടെ നിന്ന് തന്നെ പോയി. നമ്മളൊക്കെ പിന്നെ നേരെ ബീച്ചിലേക്ക് പോയി. നട്ടുച്ച വെയിലത്താണ് പോയതെങ്കിലും കാറ്റും പിന്നെ നമ്മളൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല അടിപൊളിയായി. അവിടെ നിന്ന് പിന്നെ നമ്മളെല്ലാവരും കൂടി തിക്കി തിരക്കി ഒരു ഓട്ടോയിൽ യാത്രയായി. പിന്നെ ഞാൻ ലോയോളൻ്റെ അവിടെ ഇറങ്ങി. കാരണം ഇതിൻ്റെ സ്കൂളിൽ വിടാനുള്ള സമയമായി. അപ്പോൾ ഇതിനെ പപ്പ കൂട്ടാൻ വരുമ്പോൾ എനിക്കും അപ്പം തന്നെ പോവാമല്ലോ. സ്കൂള് വിട്ടിട്ടില്ല. അപ്പം നമ്മൾ ആ സമയം കൊണ്ട് അടുത്തുള്ള ഷോപ്പിൽ നിന്നും മസാല സോഡയും നാരങ്ങ സോഡൊക്കെ വാങ്ങി കുടിച്ച്. ഞാൻ ആക്ച്വലി ഇന്നാണ് ആദ്യമായിട്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് വന്നത്. പിന്നെ തിരിച്ച് പപ്പൻ്റെ കൂടെ പോയി. സോ അത്രേ ഉള്ളൂ. താങ്ക് യു.